എം.വി. ജയരാജനും നാമനിർദ്ദേശ പത്രിക നൽകാനായി എത്തുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നു. സജോ, വിവരങ്ങൾ. വേണുവും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എം.വി. ജയരാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് എത്തുകയാണ്. കണ്ണൂർ DC ഓഫീസിൽ നിന്ന് പ്രവർത്തകരുടെ വലിയ തോതിൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും അകമ്പടിയോടുകൂടിയാണ് കണ്ണൂർ കാൾടെക്സിലുള്ള AKG പ്രതിമയിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം നഗരത്തിൽ തന്നെയുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ചതിന് ശേഷമാണ് കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് പത്രികാ സമർപ്പണത്തിനായി എം.വി. ജയരാജൻ എത്തുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ച് 3 പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് തന്നെയാണ് പത്രിക സമർപ്പിക്കുന്നത്. അവരും അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ആദ്യ പത്രികാ സമർപ്പണത്തിനായി എത്തുന്നത് എം.വി. ജയരാജനാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് വലിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം, മുന്നണികളെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം, അങ്ങനെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അത് പ്രചാരണ രംഗത്തൊക്കെ വീറും വാശിയും ഒക്കെ കാണാനുണ്ട്. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പാർട്ടിയുടെ അമരത്ത് നിന്നാണ് ഇത്തവണ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള നിയോഗം പാർട്ടി മുന്നണി എം.വി. ജയരാജനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പല രാഷ്ട്രീയ പ്രത്യേകതകൾ കൊണ്ട്, കാരണങ്ങൾ കൊണ്ട് സവിശേഷമായി ശ്രദ്ധയർഹിക്കുന്ന പോരാട്ടമാണ് കണ്ണൂരിലേത്. മറ്റ് ഇതര മുന്നണി സ്ഥാനാർത്ഥികളും പിന്നീട് തൊട്ടടുത്ത സമയങ്ങളിലായി 11 മണി 11:30 സമയങ്ങളിലാണ് എല്ലാവരും പത്രികാ സമർപ്പണത്തിനായി എത്തുക. ആദ്യം പത്രികാ സമർപ്പണത്തിനായി എം.വി. ജയരാജൻ ഈ പ്രകടനമായി എത്തിയതിനു ശേഷം ഭരണഘടനയുടെ ആമുഖവും വായിച്ചതിന് ശേഷം കലക്ട്രേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വേണം സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. എം.വി. ജയരാജനും അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും.